മറവ് ചെയ്യപ്പെടും. മറവ് ചെയ്യപ്പെടലെവിടെയാ? യഥാർത്ഥത്തിൽ മറവ് ചെയ്യപ്പെടാൻ ഏറ്റവും അഫ്ളലായ സ്ഥലം മുസ്ലിമീങ്ങളെ മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്താണ്. ചിലര് പറയും എന്റെ പറമ്പ് തന്നെ ചെയ്താൽ മതി. ചിലരങ്ങനെ പറയാം, എന്റെ പറമ്പ് തന്നെ അല്ല. മുസ്ലിമീങ്ങൾ മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് പൊതുവായ ആ സ്ഥലത്ത് മറവ് ചെയ്യലാണ് ഏറ്റവും അഫ്ളൽ. കാരണം പലരെ സലാമും കിട്ടും, പലരെ ഫാത്തിഹ കിട്ടും, പലരുടെയും ദുആ കിട്ടും, എല്ലാം കിട്ടും. എത്ര മറവ് ചെയ്യേണ്ടത്? അഖല്ലുൽ ഖബർ ഹിഫ്റത്തുൻ തംനഉർ റായിഹത വസ്സബഅ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കണം. നമ്മൾ മരിച്ചു കിടന്നിട്ട് കൊണ്ടുപോയിട്ട് കുഴി കുഴിച്ചിട്ട് കുഴിയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഖബറിലേക്ക് വെക്കുന്ന കോലം രൂപം അത് നമ്മൾ ഇങ്ങനെ മനസ്സ് കൊണ്ടെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളോട് മറന്നുപോയത് അല്ലാഹുവിനെയാണ്. നമ്മൾക്കൊന്നും അറിയില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവുക. എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. അഫഹസിബതും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഖുർആൻ ചോദിക്കുക, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് അബസൻ, വെറുതെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ആർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? വെറുതെ സൃഷ്ടിച്ചതാണ് വിചാരിക്കേണ്ട. എല്ലാം എല്ലാം നാസിയതുനാ ബിയദിഹി, നാസിയതുനാ ബിയദിഹി, നമ്മുടെ സർവാധികാരം അല്ലാഹുവിന്റെ കയ്യിലാണ്. എല്ലാം അല്ലാഹുവാണ്. വല്ലാഹു ഖലഖകും വമാ തഅമലൂന, നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. വമാ തഅമലൂന, നിങ്ങളുടെ അമലുകളെയും പ്രവർത്തനങ്ങളെയും സൃഷ്ടിക്കുന്നതും അല്ലാഹുവാണ്. ഞാനിപ്പോ ഇവിടുന്ന് ഇരുന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കൈ അനക്കണമെങ്കിൽ അല്ലാഹു ആ സമയത്ത് അത് സൃഷ്ടിച്ചു തരണം. അല്ലേ കഴിയില്ല. എനിക്കിപ്പോഴും അറിയാം, ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്ത് രാത്രി ഭക്ഷണത്തിന് പോയിരുന്ന ഒരു വീട്ടിൽ സുബ്ഹാനല്ലാഹ്, വീട്ടിലെ ഉമ്മയുടെ ഉമ്മ അവിടെ താമസിക്കാൻ വന്നതാണ്. ഒരു സ്ഥലത്ത് ആ വീട്ടുകാരിയുടെ ഉമ്മ, അവർ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഉമ്മയുടെ ഉമ്മ സംസാരം അങ്ങ് നിർത്തി. പിന്നെ സംസാരിക്കുന്നില്ല. ഭക്ഷണം വായിലേക്ക് ഇട്ടിട്ടുണ്ട്. ശബ്ദം കേൾക്കാതിരുന്നപ്പോഴേ തൊട്ടടുത്തുള്ള മകൾ ഉമ്മയുടെ അടുത്തേക്ക് നോക്കിയപ്പോ ഉമ്മ എങ്ങനെ ഇരിക്കുകയാണ്? ഭക്ഷണം വായിലുണ്ട്. വായും തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, കണ്ണും തുറന്നു ഇങ്ങനെ ഒരു ചുമരിലേക്ക് ചാരിയിട്ട്. സുബ്ഹാനല്ലാഹ്, പോയി തൊട്ടു നോക്കിയപ്പോ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു കാക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു, ആ വായിലേക്കിട്ട ഭക്ഷണം അതൊന്ന് വയറ്റിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പോലും സമയം കിട്ടിയില്ല. ആ വായിലുള്ള ഭക്ഷണം അത് ഉള്ളിലേക്ക് ഇറക്കാൻ അല്ലാഹുവിന്റെ അനുമതി ഉണ്ടായില്ല. നമ്മൾ ഓർക്കേണ്ടതാ, എല്ലാവരും ഓർക്കേണ്ടതാ. നിനക്കൊന്നും കഴിയില്ല മോനെ, സഹോദരി, നിനക്കൊന്നും കഴിയില്ല. ഒരു കഴിവും നിനക്കില്ല. എല്ലാം അല്ലാഹുവിൻ്റെതാണ്.
അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, അവനാണ് നിനക്ക് ആരോഗ്യം തന്നത്, അവനാണ് നിനക്ക് സൗന്ദര്യം തന്നത്, അവനാണ് കൈകാലുകൾ തന്നത്, അവനാണത് ചലിപ്പിക്കുന്നത്, അവനാണ് വായു തന്നത്, അവനാണ് ശ്വാസം തന്നത്, അത് ശ്വസിക്കാനുള്ള കഴിവ് തന്നത് അവനാ. അവന്റെ നിർദ്ദേശമില്ലെങ്കിൽ, അവന്റെ ഇറാദത്തില്ലെങ്കിൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു പോകും. ആ ചിന്ത മനുഷ്യന് വേണ്ടത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നോക്കി അകല്ലുൽ ഖബർ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവന് മറവ് ചെയ്യപ്പെടുന്ന ഖബറിന്റെ ഏറ്റവും ചുരുങ്ങിയ ഖബർ ഹുഫ്റത്തുൻ, ഒരു കുഴിയാവണം. ഏത് കുഴിയാണ്? തംനഉർ റായിഹത വസ്സബഅ. കേൾക്കണം നമ്മൾ. തംനഉർ റായിഹത, ഖബറിൽ വെച്ചാൽ 1 2 ദിവസം കൊണ്ട് നമ്മൾ ശരീരം കെട്ടുപോകും. ശരീരം കെട്ടുപോകും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്നെ കാണാമെന്ന് ഉസ്താദിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. തന്നെ കാണാമെന്നതാ ഉസ്താദ്. അല്ലയോ ഉമറേ, നിന്റെ കോലം ഇങ്ങനെയായി പോയല്ലോ, എന്തേ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചു. ഭരണാധികാരം ഏറ്റെടുക്കപ്പെട്ടു. നിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്നാ പറഞ്ഞത്. അതിന് മറുപടി പറഞ്ഞു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, കൈഫ ലൗ റഅയ്തനി ബഅദ 3 വഅന ഫിൽ ഖബ്ർ. كيف لو رأيتني بعد 3 وأنا في القبر وكسالت حدقتاي على وجنتاي وانشق بطني وجرت الديدان على بدني لكنت أشد إنكارا من يومك هذا. سبحان الله سبحان الله. അവരൊക്കെ ജീവിക്കുന്നത്. എന്റെ ഉസ്താദേ, നിങ്ങൾ പറഞ്ഞത് എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലാന്നോ? എന്റെ തടിയൊക്കെ ക്ഷീണിച്ചു പോയെന്നാണോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. കൈഫ ലൗ റഅയ്തനി ബഅദ 3 വഅന ഫിൽ ഖബ്ർ. ഞാൻ മരണപ്പെട്ടു പോയി, എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് 3 ദിവസം കഴിയുമ്പോഴേ എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് മണ്ണൊന്ന് നീക്കി കല്ലൊന്ന് മാറ്റി എന്നെ കാണാൻ നിങ്ങൾ ഖബറിലേക്കൊന്ന് നോക്കിയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? എന്തായിരിക്കും അവസ്ഥ? എന്താ മനുഷ്യന്റെ അവസ്ഥ ഖബറിലെത്തിയാൽ? എന്റെ 2 കണ്ണും ഉള്ളിലേക്ക് വീണുപോയി. എന്റെ തലച്ചോറ് പഴുത്ത് ചെവികളിലൂടെ, മൂക്കിലൂടെ, കണ്ണിലൂടെ ശീതളങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. എന്റെ വയറ് പൊട്ടിക്കീറിപ്പോയി. എന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ മത്സരിച്ചുകൊണ്ട് എന്റെ ശരീരഭാഗങ്ങൾ തിന്നു തീർക്കാൻ തുടങ്ങി. അതല്ലേ 2 ദിവസം കഴിഞ്ഞാലുണ്ടാകുക. പടച്ച റബ്ബേ, കാക്കണേ തമ്പുരാനെ, കാത്തുരക്ഷിക്കണേ റബ്ബേ. അപ്പോഴൊരു ഖബർ ഏറ്റവും ചെറിയത് ഖബറിൽ ഒരു മനുഷ്യനെ വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് ചീഞ്ഞു നാറിയാൽ നാറ്റം പുറത്ത് വരാത്ത കുഴിയാവണം. എന്തേ പറഞ്ഞത്? നീയും ഞാനും മരിച്ചു പോയാൽ നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബക്കാരൊക്കെ സിയാറത്തിന് വരുമ്പോ പുറത്തേക്ക് നാറ്റമുണ്ടായാൽ ഒരവിടെ വെക്കൂല. അതുകൊണ്ട് നാറ്റം പുറത്ത് വരാത്തൊരു കുഴിയിലാവണം മറവ് ചെയ്യേണ്ടത്. 2-ാമത്തെ ദിവസം കുറുക്കം വന്നിട്ട് രാത്രി മാന്തി അത് തിന്നു പോകരുത്. അങ്ങനത്തെ ഒരു കുഴിയാവണം. എന്തായി പറയുന്നത്? നിങ്ങൾ നോക്കി, എന്തായി പറയുന്നത്? നമ്മൾ കിടക്കുന്ന സ്ഥലത്തിനെ പറ്റി പറയാം. ഇത് ചിന്തിക്കുമ്പോഴല്ലേ മനുഷ്യൻ സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുകുന്നതായിരു കണ്ണുകൾ
ശിക്ഷണം തന്നെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഖബർ കണ്ടുപോയാ കരയാൻ തുടങ്ങി. നമ്മൾ എത്രേ കാണുന്നു. ഇന്ന് വെള്ളിയാഴ്ച ജുമുഅക്ക് പോയപ്പോഴേ എത്ര ആളുകൾ ഖബർ കണ്ടു. നമ്മുടെ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോയി നമ്മൾ ദുആ ചെയ്തു. ബാപ്പായുടെ ഖബറിന്റെ അടുത്തേക്ക് എത്താൻ മറ്റെത്രയോ ഖബറുകൾ ചവിട്ടിക്കടന്നു പോയി. നമ്മൾ പോയ വഴിയിലൂടെ എത്രയോ ഖബറുകൾ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ ചിന്തിച്ചില്ല വൽ ഖാബിറു മഖ്ബൂറാ. ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മളെ കൊണ്ടുപോയി ഖബറിൽ വെക്കുന്നവൻ ഒരു പക്ഷേ നാളെ അവനെ ഖബറിൽ വെക്കപ്പെടേണ്ടി വരും. മനുഷ്യൻ അത് ഓർക്കുന്നില്ല. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ആമീനല്ലോ, കുറവുണ്ടല്ലോ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഓ ആമീൻ പറയുന്നത്. അപ്പൊ ചീഞ്ഞനാറിയാൽ ആ നാറ്റം പുറത്തേക്ക് ഉണ്ടാവരുത്. അതുപോലെ കുറുക്കനോ നായയോ വന്ന് അവിടെ നിന്ന് മണ്ണ് മാന്തി നീക്കി നമ്മുടെ മയ്യത്ത് അവർ തിന്നു പോവരുത്. അങ്ങനത്തെ ഒരു കുഴിയിലാവണം മയ്യത്ത് മറവ് ചെയ്യപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. വൈസന്നു സുന്നത്താണ് ഖബറിന് ആഴമുണ്ടാവൽ സുന്നത്താണ്. എത്ര ആഴമുണ്ടാവണം? കാമത്തം വബസ്ത. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഒരാളും കയ്യും. ഇങ്ങനെ എവിടെയും പറയൂലേ, ഒരാളിങ്ങനെ നിന്നിട്ട് കൈ ഇങ്ങനെ പൊക്കിയാൽ എത്ര ഉണ്ടാവും? അത്രയും ആഴം ഖബറിന് വേണോന്നാണ് സുന്നത്താണ്. ഖബർ കുറച്ച് വിശാലമാക്കലും സുന്നത്താണ്. വീതിയിലും നീളത്തിലും കുറച്ച് വിശാലതയുണ്ടാവണം. അങ്ങനത്തെ ഒരു ഖബറാ കുഴിക്കേണ്ടത്. മയ്യത്തിങ്ങനെ കൊണ്ടുവന്നിട്ട് മയ്യത്ത് കട്ടിൽ എവിടെയാ വെക്കേണ്ടത്? മയ്യത്തിനെ ഖബറിൽ കിടത്തിയാൽ മയ്യത്തിന്റെ കാല് ഏത് ഭാഗത്താണോ വരിക ആ ഭാഗത്തേക്ക് തലയാക്കിയിട്ടാണ് മയ്യത്തിനെ വെക്കേണ്ടത്. ഇവിടുന്ന് പടിഞ്ഞാറ് ഇങ്ങോട്ടാ ഇങ്ങോട്ടോ. അപ്പോൾ ഇവിടൊക്കെ മയ്യത്തിനെ വെക്കുക തല ഇങ്ങോട്ടും കാല് ഇങ്ങോട്ടും ആക്കിയിട്ട്. ഇത് തല എന്ന് കൂട്ടുക, ഇത് കാല്. എന്നാൽ ഖബറിൽ ഈ മയ്യത്തിനെ കിടത്തിയാൽ ഖബറിന്റെ തല എവിടെ ഉണ്ടാകുക? ഈ ഭാഗത്തുണ്ടാവും. കാല് ഈ ഭാഗത്തുണ്ടാവും. അപ്പോൾ മയ്യത്തിന്റെ തല വെക്കേണ്ടത് മയ്യത്തിന്റെ കാല് എവിടെയാണോ ഉണ്ടാവുക ആ സ്ഥലത്തേക്കാണ് മയ്യത്തിന്റെ തല കൊണ്ടുവന്ന് വെക്കേണ്ടത്. കാല് വന്നിട്ട് തല വെക്കുക, എന്നിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ വളരെ സുഖം. ഇങ്ങനെ കിടത്തിയാൽ മതി. എന്നിട്ട് മയ്യത്തിന്റെ തലഭാഗത്തിലൂടെ മയ്യത്തിലേക്ക് ഊരിയെടുക്കണം. എന്തിനാണ്? ഖബറിൽ വെക്കുന്ന ആൾക്ക് സമാധാനത്തിൽ, അത് സന്തോഷത്തിൽ, പ്രയാസമില്ലാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. എളുപ്പം കിട്ടാൻ. ഖബറിൽ മയ്യത്തിനെ കടത്തേണ്ടത് അർറിജാലു പുരുഷന്മാരാണ്. വഔലാഹും പുരുഷന്മാരിൽ നിന്ന് ഏറ്റവും നല്ലത് ആരാണെന്നറിയോ? അൽ അഹഖു ബിൽ ഇമാമ. ഇമാമ നിൽക്കാൻ ഏറ്റവും അർഹനായവരാരായിരുന്നോ അവരാണ്.
ആരാ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമുക്കാൻ ഏറ്റവും അർഹരാരാണ്? സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ആ വിഷയത്തിന് മാത്രമേ പല നാട്ടിലും തല്ലുള്ളൂ. പല നാട്ടിലും പ്രശ്നമുള്ളത് ഇപ്പൊ അവിടെ ഉണ്ടായാലും വാപ്പനെ കണ്ടിട്ടുണ്ടാവില്ല. വാപ്പ 2-3 വർഷം അസുഖമായി കിടന്നിട്ട് പോലും ഒരു ദിവസം പോലും അങ്ങോട്ട് വന്നു നോക്കാത്ത ഒരു മകൻ വാപ്പ മരിച്ചപ്പോ മക്കളെ മയ്യിത്ത് കേൾക്കേണ്ടത് ഒരു മസല. ഇതിന്റെ മുമ്പിലോ അവൻ വാപ്പനെ കണ്ടിട്ടുണ്ടാവില്ല, കൊല്ലങ്ങളോളായി ഉണ്ട്. ഷാഫി മദ്ഹബിൽ മയ്യിത്ത് നിസ്കരിക്കാൻ ഏറ്റവും അർഹതയുള്ള ആളെ അല്ലബു മരിച്ച മനുഷ്യന്റെ വാപ്പയാണ്. സുമ്മാബൂഹു വാപ്പ ഇല്ലെങ്കിൽ വാപ്പന്റെ വാപ്പയാണ്. രണ്ടാളുമില്ല. എന്നാൽ വല്ലിബിനു മൂന്നാം സ്ഥാനം മകനാണ്. വബനുഹു അത് കഴിഞ്ഞാൽ മകന്റെ മകനാണ്. വല്ലഹു അത് കഴിഞ്ഞാൽ സഹോദരനാണ്. വബനുഹു പിന്നെ സഹോദരന്റെ മകനാണ്. അങ്ങനെ അടുത്തടുത്ത ബന്ധുക്കൾ. നിസ്കരിക്കാൻ മാത്രം മുന്നോട്ട് വന്നാൽ പോരാ, ആ നിസ്കരിക്കാൻ വരുന്ന എന്ത് ചെയ്യണം? കബറിലെടുത്തും പോണം. മയ്യത്തിനെ കബറിൽ വെക്കേണ്ടതും പോലെ അവിടെ എന്താ പോകാത്ത? അതും പോണം. ഇനിണ്ടല്ലോ മക്കളൊക്കെ നിസ്കരിക്കണം എന്ന് പറഞ്ഞത് എവിടാന്നറിയണം? അവരൊക്കെ നിസ്കാരം നന്നായിട്ട് അറിയുന്ന, അവരൊരു ഇമാമ നിൽക്കുമ്പോ ബേക്കിലുള്ള ആളുകൾക്ക് ദീനിന്റെ വിഷയത്തിൽ ദേഷ്യം വരുന്നത്. ഇവരെ നിസ്കരിക്കാൻ അറിയൂല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവനോട് തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഒരു തക്ബീർ കേൾക്കുമ്പോഴേക്ക് നമുക്ക് തിരിയും ഇത് സഹീഹാകുമല്ലേ. പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുക വെക്കുന്നു, അവനോട് തുടർന്നിട്ട് കാര്യമില്ല. അങ്ങനത്തെ മക്കളൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? മക്കളൊക്കെ ചെയ്യേണ്ടത് അതിനർഹരായ ആളുകൾ നിസ്കരിക്കാൻ ഏൽപ്പിക്കണം. നോക്കി സഹാബത്തൊക്കെ അങ്ങനല്ലേ ചെയ്തത്? സഹാബത്തൊക്കെ അങ്ങനെ ചെയ്തത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തായി. അവർക്കൊക്കെ പ്രഗൽഭരായ മുത്തബിഉ സുന്ന എന്നൊക്കെ പേരുള്ള മഹാന്മാരായ മക്കൾ ഉണ്ടായിരുന്നു. മക്കൾ നിസ്കരിച്ചിട്ടില്ല. അതിനേക്കാൾ അർഹരായവരെ ഏൽപ്പിച്ചു. നിസ്കരിക്കാൻ അറിയാം എന്നാ നല്ലതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കാൻ, ഖബറിലേക്ക് ഒരു മയ്യിത്തിനെ താഴ്ത്താൻ ഏറ്റവും അർഹരായവരും ഇവര് തന്നെയാണ്. പക്ഷേ ഒരു പെണ്ണ് മരണപ്പെട്ടാൽ നിസ്കരിക്കാൻ ഏറ്റവും അർഹത പെണ്ണിന്റെ വാപ്പയാണ്, വാപ്പന്റെ വാപ്പയാണ്, അല്ലെങ്കിൽ മകനാണ്, മകന്റെ മകനാണ്, അല്ലെങ്കിൽ സഹോദരനാണ്, സഹോദരന്റെ മകനാണ്. അവിടെ ഭർത്താവ് വലിയ ആളായിട്ട് വരുന്നില്ല നിസ്കരിക്കുന്നിടത്ത്. നേരെ മറിച്ചോ പെണ്ണിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഭർത്താവിനാണെന്ന് ചില പണ്ഡിതന്മാർ. ഇവരെക്കാളൊക്കെ അർഹതയുള്ളത് ഭർത്താവിനാണ്. പെണ്ണ് മരണപ്പെട്ടാൽ ആ പെണ്ണിനെ ഖബറിൽ വെക്കാൻ ഏറ്റവും അർഹതയും ഒന്നാം സ്ഥാനം ഉള്ളത് ഭർത്താവിനാണ്. അല്ലാഹു നാഫിയായി തരട്ടെ. അത് മനസ്സിലാക്കുക. ഖബറിൽ വെക്കാൻ വേണ്ടി ഖബറിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ഒറ്റയാവൽ സുന്നത്താണ്. കാരണം ഹബീബായ റസൂലുള്ളാഹിനെ മറവ് ചെയ്തത് ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്, രണ്ടാമത്തത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്, മൂന്നാമത്തത് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അവര് 3 പേരും കൂടിയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ജനാസ ഖബറിൽ വെച്ചത്. ഇനിയോ അടുത്തത് കേട്ടോളി. ഒരു സുന്നത്ത് സത്റുൽ ഖബരി ബിസൗബിൻ ഇൻദ ഇദ്ഖാലിൽ മയ്യിത്ത് ഫിൽ ഖബരി. മയ്യിത്തിനെ ഖബറിലേക്ക് താഴ്ത്തുമ്പോൾ ആ മയ്യിത്തിനെ ഒരു വസ്ത്രം കൊണ്ട് ഖബറിനെ മറക്കൽ സുന്നത്താണ്. മഴയും വെയിലൊന്നും വേണമെന്നില്ല.
മയ്യത്തിനെ കബറിലേക്ക് എടുത്തു വെക്കുമ്പം അതിന് ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഒരു മറ കൊണ്ട് മുകളിൽ ഇങ്ങനെ ഒരു പിടിക്കുക, മയ്യത്തിനൊന്ന് മറക്കാം ഖബർ. അത് സുന്നത്താണ്, അതെപ്പോഴും സുന്നത്താണ്. അതാണ് യുസന്നു യൻദബു സുദ്റുൽ ഖബർ ബിഥൗബിൻ ഇൻദ ഇദ്ഖാലിൽ മയ്യിത്ത് വഅൻ യഖൂല. മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോഴേ പറയൽ സുന്നത്താണ് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയണം. ഇനി കുറച്ച് കാര്യം പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചോളി, വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തേ പറയുന്നത്? മയ്യിത്തിനെ ഖബറിൽ കിടത്തപ്പെടേണ്ടത് അലാ യമീനിഹി ഇലൽ ഖിബ്ലതി, മുൻഭാഗം ഖിബ്ലയിലേക്ക് തിരിച്ച് വലത് ഭാഗത്തിന്റെ മേൽ കിടത്തപ്പെടണം. മയ്യിത്തിനെ ഒരിക്കലും ഖബറിൽ മലർത്തി കിടത്താൻ പാടില്ല. പാടില്ല എന്ന് മാത്രമല്ല, ഒരാള് മയ്യത്ത് മറവൊക്കെ ചെയ്ത് വന്നിട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വർത്താൻ പറയുന്നേരം ഇന്ന് മയ്യത്തിനെ മലർത്തിയാ കിടത്തിയെന്ന് പറഞ്ഞാൽ വേഗം പോയിട്ട് ആ കബറ് മാന്തി മയ്യത്തിനെ വലതു ഭാഗത്തിന്റെ മേൽ മാറ്റിക്കിടത്തിയിട്ട് തിരിച്ചു വരണം. അത്രയും നിർബന്ധമായ സംഭവം. മയ്യത്തിനെ വലതു ഭാഗത്തിന്റെ മേൽ കിടത്തണം കബർ. നോക്കി വയസ്നിദു വജ്ഹഹു വരിജലഹു ഇലാ ജിദാരിഹി, മയ്യത്തിന്റെ മുഖവും അവന്റെ കാലും മുൻപിലുള്ള ആ മതിലിലേക്ക് ചാരി നിൽക്കണം. എന്നിട്ടോ വയസ്നിദു ലഹറഹു ബിലിബില, മറിഞ്ഞു വീണു പോവാതിരിക്കാൻ വേണ്ടി മയ്യത്തിന്റെ പുറം ഭാഗത്ത് ഒരു കല്ലോ മറ്റോ വെച്ച് കൊടുക്കലും സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ ഒന്നെങ്ങനെ ചരിയണം, മുഖം മുന്നിലെ മതിലിലേക്ക് വരണം, കാലും വരണം. ചില സ്ഥലത്തൊക്കെ പറഞ്ഞ ചെറിയൊരു കോഴ് പോലെ മയ്യത്ത് കിടക്കണം. എന്നിട്ട് പിന്നിലോട്ട് വീണ് പോവാതിരിക്കാൻ വേണ്ടി ഒരു ഇഷ്ടികയോ കല്ലോ മയ്യത്തിന്റെ ബേക്കിൽ വെച്ചെടുക്കണം. പടിഞ്ഞാറ് ഭാഗത്തിലുള്ള ചുമരിലേക്ക് മുഖം തട്ടിച്ച് കിടക്കണോന്ന് ചുരുക്കം പറഞ്ഞാൽ. അല്ലാഹു ആഫിയായി തരട്ടെ. ഒരു ചെറിയ ഇഷ്ടിക പോലത്തെ വസ്തുവിനെ അവന്റെ തലയുടെ അടിയിൽ വെച്ച് കൊടുക്കണം. ഇനി കേട്ടോളൂ, വയുഫ്ലി ബിഖദ്ദിഹിൽ ഐമനി ബഅദ തൻഹിയത്തിൽ കഫനി ഇലൈഹി ഔ ഇലത് തുറാബ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയായത്, മയ്യത്തിനെ ഖബറിൽ വെച്ചാൽ മയ്യത്തിനെ കഫൻ ചെയ്യപ്പെടുമ്പോഴേ 3 കെട്ട് നമ്മൾ കെട്ടിയിട്ടില്ലേ, ആ 3 കെട്ടും അഴിച്ചു മാറ്റൽ സുന്നത്താണ്. അഴിച്ചു മാറ്റണം. എന്നിട്ടോ അഴിച്ചു മാറ്റൽ മാത്രമല്ല, ആ മുഖത്തിന്റെ ഭാഗത്തിൽ നിന്ന് കഫൻ തുണി അത് പുറത്തേക്ക് നീക്കിയിട്ട് മുഖം മണ്ണിലേക്ക്, കവിള് മണ്ണിലേക്ക് തട്ടിച്ച് വെക്കൽ സുന്നത്താണ്. എന്തിനാണത്? അത്രേ മനുഷ്യനുള്ളൂ, മനുഷ്യന്റെ സ്ഥാനം അത്രേ ഉള്ളൂ. പെണ്ണെ, നീ എത്ര സൗന്ദര്യമുണ്ടെങ്കിലും നീ കണ്ണാടിയിൽ നോക്കിയിട്ട് നിന്റെ സൗന്ദര്യം വിരിക്കുമ്പോഴേ നിന്നെ കഫൻ ചെയ്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ച് ആ തലഭാഗത്തുള്ള കെട്ടഴിച്ച് ആ കഫൻ തുണി നിന്റെ കവിളിന്റെ ഭാഗത്തുനിന്ന് നീക്കം ചെയ്ത് മണ്ണിലേക്ക് കുത്തിച്ചു വെക്കുന്ന രംഗമെന്ന് ഓർക്കണേ പെണ്ണേ. അങ്ങനത്തെ കവിളാനക്കുള്ളതെന്ന് കൂട്ടിക്കോ. കവിളല്ലേ ഇപ്പം ഭർത്താവ് മൊത്തം തരുന്നത് ശരി തന്നെ. നീ ഇഷ്ടപ്പെടുന്ന കാമുകൻ ഒരു പക്ഷേ നിനക്ക് ഹറാമായ മൊത്തം തരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിന്നെ ഈ കവിളല്ലേ മോളെ, ഇത് കബറിൽ കൊണ്ടുപോയി വെച്ചാൽ
ഇതൊന്നിനും പറ്റാത്തതാണ്, ഇനി ആർക്കും വേണ്ടാത്തതാണ്. ആ കവിളിന്റെ ഭാഗത്ത് നിന്ന് തുണി പോലും മാറ്റിയിട്ട് നിന്റെ കവിളിനെ ആ കല്ലിലേക്ക് മണ്ണിലേക്ക് തട്ടിച്ചു വെക്കേണ്ടതാണ്. എന്തിനാ? നീ അത്രേ ഉള്ളൂ, അത്രേ നിന്റെ സ്ഥാനമോ. നിന്നെ എത്ര പൈസക്കാരനായാലും വേണ്ടില്ല, നീ എത്ര വലിയ മെത്തയിൽ കിടന്നുറങ്ങിയാലും വേണ്ടിയില്ല, മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി, ഇരുളിനാൽ പെയ്തിട്ടതാ. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ. താക്കോൽ ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. സൂറന്ന കാഹളം ഒരു ദിനം മുഴങ്ങുന്നതാ. അക്കാലമത്രയും നീ അതിൽ കഴിയേണ്ടതാ. ഒന്ന് ഓർത്തു നോക്കി. നമ്മൾ കവിളിന്റെ ഭാഗത്തുള്ള കഫം തുണിയും അവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് അവന്റെ വലത്തെ കവിളിനെ കബറിലുള്ള മണ്ണിലേക്ക് തട്ടിച്ചു വെക്കണം. അതാണ് ചേർത്ത് വെക്കണം. അവന്റെ വലത്തെ കവിളിനെ കവിളിൽ നിന്ന് കഫംപുല നീക്കം ചെയ്തതിന് ശേഷം ഇലത്തുറാബ് മണ്ണിലേക്ക് ചേർത്ത് വെക്കണം. അങ്ങനെ വെച്ചിട്ടാണ് ഖബറിൽ വെക്കുന്ന ആള് തിരിച്ചു പോരുക. അവിടെ ഒന്നുകൂടി വെക്കാനുണ്ട്. സഹീഹായ ഹദീസിലുണ്ട്, മൻ അഖദ മിൻ തുറാബിൽ ഖബരി, ഖബർ കുഴിക്കുമ്പോൾ പുറത്തേക്ക് ഇട്ട മണ്ണിൽ നിന്ന് ഒരാള് ഒരു പിടി മണ്ണെടുക്കുന്നു. എന്നിട്ടോ വഖറ അലൈഹി ഇന്നാ അൻസൽനാഹു സബ്അ മർറാത്തിൻ, 7 പ്രാവശ്യം അതിന്റെ മേൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന സൂറത്തോതി അതിന്മേൽ ഊതി. എന്നിട്ട് വജഅലഹു ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ എവിടെയെങ്കിലും ആ മണ്ണങ്ങ് വെച്ചാൽ ലം യുഅദ്ദബ് ദാലികൽ മയ്യിത്തു, ആ മയ്യിത്തിനെ ഖബറിൽ ശിക്ഷിക്കപ്പെടൂല. ശഫീഉനാ റസൂലുള്ളാഹി അതിവിടെ ഉണ്ടായില്ലേ? ഖബറിൽ വെക്കണമെന്നല്ല, ഫിൽ ഖബർ ഔ ഫിൽ കഫൻ.